ആരംഭിക്കില്ല. പുഷ്പ 2 ദ റൂൾ ഇതിലേക്ക് വരുന്ന സമയത്ത് താഴത്തില്ല എന്ന് പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീളം. അതായത് സിനിമ താഴുന്നില്ല, വല്ലാതെ താഴുന്നില്ല, പക്ഷേ വല്ലാതെ പൊങ്ങുന്നില്ല. ഇതാ പൊങ്ങി എന്ന് വിചാരിക്കും, അപ്പോൾ പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലത്തുള്ള ചില പരിപാടികളാണ് സ്ക്രിപ്റ്റിൽ ഉടനീളമുള്ളത്. നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മോനെ. എനിക്ക് ദുഃഖമില്ലെങ്കിലോ? അന്യനായിട്ട് തന്നെ അപമാനിക്കരുത്. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. സുകുമാറിൻ്റെ ഒരുപാട് മികച്ച സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് സുകുമാറിൻ്റെ പുഷ്പ 2 ഞാൻ പേഴ്സണലി ട്രെയിലർ കണ്ട ശേഷം വളരെ പ്രതീക്ഷയോടെ കണ്ടുള്ള സിനിമയാണ്. ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴ. ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. പക്ഷേ എന്തുകൊണ്ടോ സിനിമ ആസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡൗൺസ്, എസ്പെഷ്യലി സ്ക്രിപ്റ്റിനകത്ത്. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടില്ല ഞാൻ നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം അല്ലുവിൻ്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ, ഇത് നോർമൽ ഇൻട്രോ പുള്ളിയും മറ്റേ ശ്രീവള്ളിയായിട്ട്, ശ്രീവള്ളി പറഞ്ഞാൽ ഭൂലോക വള്ളിക്കെട്ടാണ് ഞാൻ പറയാം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. ഫഫ ടു ബി ഫ്രാങ്ക്, സീരിയസ്ലി പുഷ്പ റൈസ് ഒന്നാമത്തെ പുഷ്പ കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിയതായിരുന്നു ഫഫയുടെ ക്യാരക്ടർ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു മേക്ക് ഓവർ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗംഭീരമായിട്ട് ഫഹദ് ചെയ്ത് ഡെലിവർ ചെയ്ത് ഞെട്ടിച്ച ഒരു കഥാപാത്രം. ഈ IPS ഓഫീസർ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി, ബഫൂൺ, ലാഫിംഗ് സ്റ്റോക്ക്, ഒരു ഗുഡ് ഫോർ നത്തിങ്, അതായത് തനി കോമാളി. വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകണല്ലോ. വില്ലനായിട്ടായി കഴിഞ്ഞാൽ, സഹനടനായിട്ടായി കഴിഞ്ഞാൽ ഇത്രയും ഒരു കോമാളിത്തരം ലെവലിലേക്ക് ഫഹദ് പോകുന്നു, നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ് ഞാൻ വിചാരിച്ചിട്ടില്ല. ശരിക്കും ആ കഥാപാത്രത്തെ ഒരു കൊന്നുകളഞ്ഞു, ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തി കളഞ്ഞു. ഇത് വേറെ ഏത് ബൻവർ സിംഗ് ഫഹദിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടർ വേസ്റ്റ് കഥാപാത്രം. അപ്പൊ അതിനൊരു തീരുമാനമായി. ശരിക്കും മനസ്സിലായിട്ടില്ല. സീമിനോട് സംസാരിക്കുന്നതാണോ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. തന്നെ കാണിച്ചു തരാം. എടുത്തോട്ട് പോടോ, കാണോടോ. തൽക്കാലം ഇത്രയും മതി. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു.